16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കും. രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം രാവിലെ 10 മണിക്ക് റീജിയണൽ തിയേറ്ററിൽ പ്രതിനിധി സമ്മേളനം നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംവാദ പരിപാടികളും നടക്കും. നമുക്ക് ആ സമ്മേളന വേദിയിലേക്ക് പോകാം. സാരംഗുണ്ട് വിശദ വിവരങ്ങളുമായി നമ്മളോട് പങ്കുവയ്ക്കുവാൻ. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഇടം കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ വളരെയധികം ആവേശമായ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുവാൻ പോവുക. യുവതയുടെ ആഘോഷമാണ്. അതാണ് ഇനിയിപ്പോൾ അവിടെ നടക്കുവാൻ പോകുന്നത്. എങ്ങനെയാണ് കാര്യപരിപാടികൾ? എന്തൊക്കെയാണ് പ്രധാനമായി നടക്കുവാൻ പോകുന്ന പരിപാടികൾ? സിന്ധൂരി, ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്നലെയാണ് തുടക്കമായത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, വലിയ ആവേശോജ്വലമായിട്ടായിരുന്നു ഈ പതാക ഉയർത്തലുണ്ടായിരുന്നത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കൊടിമര, ശിഖ ജാഥ, ദീപശിഖ ജാഥ, അങ്ങനെ എല്ലാ ജാഥകളും കൂടി തൃശ്ശൂർ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ സംഗമിച്ച് CPIM ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സ്വാഗത സംഘം ചെയർമാനുമായിട്ടുള്ള KV അബ്ദുൽ ഖാദറാണ് ഇത്തരത്തിൽ ഈ പതാക ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടി ഉയർത്തിയത്. അതോടുകൂടി ഔപചാരികമായിട്ടുള്ള തുടക്കം സംസ്ഥാന സമ്മേളനത്തിന് കുറിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് അതിന്റെ ഭാഗമായിട്ട് പ്രതിനിധി സമ്മേളനമാണ് നടക്കുന്നത്. രാവിലെ രക്തസാക്ഷി നഗറിൽ പ്രതിനിധികൾ അല്പം സമയത്തിനകം തന്നെ എത്തും. തുടർന്ന് പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസ്ഥാന പ്രസിഡന്റ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പതാക ഉയർത്തുന്നതോടുകൂടി ഇന്നത്തെ ഈ പ്രതിനിധി സമ്മേളനത്തിന് ആരംഭം ആവുകയാണ്. അങ്ങനെ തുടർന്ന് 10 മണിയോട് കൂടിയിട്ട് നടനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള പ്രകാശ് രാജ് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തും. ഈ സംഗീത നാടക അക്കാദമിക്ക് അകത്തുള്ള റീജിയണൽ തിയേറ്ററിലാണ്, പുഷ്പൻ നഗർ എന്നാണ് ആ റീജിയണൽ തിയേറ്ററിന് പേര് നൽകിയിരിക്കുന്നത്. പുഷ്പൻ നഗറിൽ വെച്ച് 10 മണിയോടുകൂടി തന്നെ നടൻ പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പിന്നീട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അത് രാത്രി ഏതാണ്ട് 9 മണി വരെ പ്രവർത്തന റിപ്പോർട്ട് ഉണ്ടായിരിക്കും. തുടർന്ന് നാളെയും, അതായത് വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ഉണ്ടാകും. നാളെ വൈകിട്ട് 5 മണിയോട് കൂടിയിട്ടാണ് രക്തസാക്ഷി കുടുംബങ്ങളുടെ സംഗമം നടക്കുന്നത്. അത് വൈകിട്ട് 5 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് 22-നാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വൈകിട്ട് 4 മണിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ DYFI വലിയ പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയിരുന്നത്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി കായിക പരിപാടികളും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള സെമിനാർ സെക്ഷനുകളും സംവാദ പരിപാടികളും ഈ ഒരു മാസക്കാലമായിട്ട് എല്ലാ ജില്ലകളിലും ഏരിയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം വീണ്ടും വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു. ഇന്നലെ വലിയ രീതിയിലുള്ള ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് ഈ പതാക ജാഥയ്ക്കൊക്കെ ഈ ജില്ലയിൽ സ്വീകരണം നൽകിയത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അല്പം സമയത്തിനകം തന്നെ ഈ വേദി, ഇപ്പോൾ തിരക്ക് കുറവാണ് നമുക്ക് കാണാം, കാരണം രാവിലെ 7:30 അല്ലെങ്കിൽ 8 മണിയോടുകൂടി അടുക്കുന്നതേ ഉള്ളൂ. പ്രവർത്തകരൊക്കെ തന്നെ എത്തുന്നതേ ഉള്ളൂ. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ എത്തിയ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ ഇന്നലെ തന്നെ കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി ഇന്ന് എത്തിച്ചേരുന്ന പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ അല്പം സമയത്തിനകം തന്നെ ആരംഭിക്കും. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അല്പം സമയത്തിനകം തന്നെ ഈ വേദി പ്രവർത്തകരാൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പ്രവർത്തകരാൽ തിങ്ങി നിറയും എന്നുള്ളതാണ്. 14 ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ലക്ഷദ്വീപിൽ നിന്നും ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ആകെ 615 പ്രതിനിധികളാണ് ഉൾപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലയിൽ നിന്നുമുള്ള ട്രാൻസ്ജെൻഡർ പ്രതിനിധികൾ ഉൾപ്പെടെ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ രീതിയിൽ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുന്നേ തന്നെ ഈ സമരചരിത്രം വിളിച്ചോതുന്ന രീതിയിൽ ഒരു ചരിത്ര പ്രദർശനം DYFIയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. തൃശ്ശൂർ EMS സ്ക്വയറിലായിരുന്നു അത്തരത്തിലൊരു പ്രദർശനം. അത് ഈ
സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ രാജ്യത്തെയും ലോകത്തെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നയിച്ചിട്ടുള്ള സമര ചരിത്രങ്ങളും പോരാട്ടങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു ചിത്ര പ്രദർശന ശാല തന്നെ അവിടെ പണിതീർത്തിരുന്നു. അതിൻ്റെയൊക്കെ വാർത്തകൾ നമ്മൾ വളരെ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. എന്തായാലും ഇന്നിനി ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലേക്കാണ് ഈ കടക്കാൻ പോകുന്നത്. 10 മണിയോട് കൂടിയിട്ട് ഇത്തരത്തിൽ നടൻ പ്രകാശ് രാജ് എത്തും. നമുക്കറിയാം സമകാലീന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതറിയാം. പ്രത്യേകിച്ച് DYFI പോലുള്ളൊരു യുവജന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് നടനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള പ്രകാശ് രാജ് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം, അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഇടത് രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ RSS വിരുദ്ധത, സംഘപരിവാറിനെതിരെയുള്ള ശക്തമായിട്ടുള്ള അദ്ദേഹം പോരാട്ടം നയിക്കുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെയാണെങ്കിലും നമുക്ക് അത് പ്രകടമാണ്. അപ്പോൾ അത്തരം ഒരു വ്യക്തി ഇത്തരത്തിൽ DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ അത് യുവതിക്കും വലിയ ഒരു ആവേശം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാണാനൊക്കെ തന്നെയും അല്ലെങ്കിൽ കേൾക്കാനും നിരവധി ആളുകളും പ്രവർത്തകരൊക്കെ തന്നെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വൈകാതെ തന്നെ മറ്റ് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും. സിന്ദൂരി. ശരി, സാരംഗ് പറഞ്ഞതുപോലെ തന്നെ വളരെ ആവേശോജ്വലമായ നിമിഷങ്ങളാണ് ഇനി എത്തുവാൻ സാധിക്കുന്നത്. അവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥികളും ഓരോ യുവതയും ഈ ഒരു DYFIയുടെ ആശയങ്ങളെ, സേവനത്തെ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന ഓരോരുത്തരുമാണ്. അപ്പോൾ ആ ഒരു സംസ്ഥാന സമ്മേളനത്തിന് അത്രയധികം പ്രാധാന്യവുമുണ്ട്.